നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും ഇഷ്ടമാവും. വൈകുന്നേരത്തെ ചായക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുപ്പുള്ള പഴമാണ് കേട്ടോ. നല്ല കറുത്ത് പഴമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണേ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പഴം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ പഴം മുഴുവനായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടിയത് ഒരു കൈപ്പിടി ഈത്തപ്പഴമാണ് കേട്ടോ. ഇതിപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ടെടുത്തതാണ് കേട്ടോ. എന്നിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഇത്രയും ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ഈത്തപ്പഴം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മാത്രം മതിയാവും, കുറച്ച് മാത്രം മതിയാവും കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിലേ കുഴപ്പമൊന്നുമില്ല, അത് ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. ഇനി ഇതാ ഏലക്ക കുരു കളഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മാത്രം മതിയാവും കേട്ടോ. ഇത്രയും നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഒന്ന് പേജ് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ. വെള്ളം കൂടി പോയാൽ പിന്നെ നമുക്ക് ഈത്തപ്പഴം അരഞ്ഞ് കിട്ടിയാലേ. ഈത്തപ്പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഈ ഒരു ജാറ് കഴുകിയ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതാ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ടൈറ്റായിട്ട് വരിക വെച്ചാൽ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇതേപോലെ കിട്ടിയാൽ മതിയാവും കേട്ടോ. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഇതേപോലെ ചെയ്താൽ മതി. പഞ്ചസാര ഒഴിവാക്കി കളഞ്ഞാൽ മതിയാവും കേട്ടോ. ഈത്തപ്പഴം വെച്ചിട്ട് ഈ ഒരു പഴംപൊരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മധുരം നമ്മൾ പഞ്ചസാര ചേർക്കാണ്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഈത്തപ്പഴം കുറച്ചധികം തന്നെ ചേർത്താൽ മതിയാവും. നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം ചോന്ന് വരും കേട്ടോ. അപ്പോൾ അത് തീ കൂടുതൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇത്രയും ആയാൽ മതിയാവും. ഇനി ഇത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ പഴം മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്ക്.